ലോകകപ്പിൽ കറുത്ത വർഗ്ഗക്കാരില്ലാത്ത എത്ര ടീമുകളാണുള്ളത് എന്ന് നിങ്ങൾക്കറിയാമോ? അത്തരം ടീമുകളെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന രാജ്യം അർജന്റീനയാണ്. അർജന്റീനയിൽ കറുത്ത വംശജരില്ലേ? അവരിൽ ഫുട്ബോൾ കളിക്കുന്ന ആരുമില്ലാത്തതുകൊണ്ടാകുമോ? നോക്കാം. വടക്കേ അമേരിക്കൻ, യൂറോപ്യൻ, മറ്റ് ദക്ഷിണാമേരിക്കൻ ശക്തികളിൽ നിന്നുള്ള ബ്രസീൽ, ഇക്വഡോർ, കൊളംബിയ തുടങ്ങിയ വൈവിധ്യമാർന്ന ടീമുകളെ കാണാൻ പല ഫുട്ബോൾ ആരാധകരും ശീലിച്ചിട്ടുണ്ടെങ്കിലും അർജന്റീന വേറിട്ട് നിൽക്കുന്നത് അതിന്റെ ദേശീയ ടീം പട്ടികയിൽ പരമ്പരാഗതമായി കറുത്ത വർഗ്ഗക്കാരായ കളിക്കാരെ ഉൾപ്പെടുത്താത്തതിനാലാണ്. പ്രധാന ടൂർണമെന്റുകളിൽ ഇത് പലപ്പോഴും ചോദ്യങ്ങളും വൈറലായ ചർച്ചകളും ഉയർത്താറുണ്ട്. പക്ഷേ കാരണം കായിക രംഗത്തേക്കാൾ രാജ്യത്തിന്റെ ജനസംഖ്യാശാസ്ത്രത്തിലും ചരിത്രത്തിലുമാണ് വേരൂന്നിയിരിക്കുന്നത്. എന്താണ് ആ ജനസംഖ്യാശാസ്ത്രം? ഇന്ന് സെൻസസ് ഡാറ്റ പ്രകാരം അർജന്റീനയുടെ മൊത്തം ജനസംഖ്യയുടെ 1% താഴെയാണ് ആഫ്രോ അർജന്റീനക്കാർ, അതായത് കറുത്ത വർഗ്ഗക്കാർ ഉള്ളത് എന്നാണ്. 18-19 നൂറ്റാണ്ടുകളിൽ ജനസംഖ്യയുടെ വളരെ വലുതും പ്രധാനപ്പെട്ടതുമായ ഒരു ഭാഗം കറുത്ത വർഗ്ഗക്കാരായ അർജന്റീനക്കാരായിരുന്നു. എന്നിരുന്നാലും 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമുണ്ടായ ശക്തമായ യൂറോപ്യൻ കുടിയേറ്റ തരംഗങ്ങൾ, ചരിത്രപരമായ സംഘർഷങ്ങൾ, വ്യവസ്ഥാപരമായ മാറ്റങ്ങൾ, വംശീയ മിശ്രണം എന്നിവയുമായി ചേർന്ന് രാജ്യത്തിന്റെ ജനസംഖ്യാഘടനയെ അത് സാരമായി മാറ്റിമറിച്ചു. ഈ വിഷയത്തിൽ മാധ്യമശ്രദ്ധയുടെ ഭൂരിഭാഗവും അർജന്റീനയ്ക്കാണ് ലഭിക്കുന്നതെങ്കിലും അവർ മാത്രമല്ല ടീം. ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിലെ ജനസംഖ്യയിൽ ഏകതാനതയുള്ള മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ വംശജരുടെ എണ്ണം വളരെ കുറവാണെന്ന കാരണത്താൽ കറുത്ത വർഗ്ഗക്കാരില്ലാത്ത കളിക്കാരെ ലോകകപ്പ് ടീമുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്നിരുന്നാലും കായികരംഗത്തെ അവരുടെ വമ്പിച്ച പ്രൊഫൈൽ കാരണം അർജന്റീന ഇപ്പോഴും ആഗോളതലത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉദാഹരണമാണ്. അർജന്റീനയുടെ ഫുട്ബോളിനെ നമ്മൾ നെഞ്ചേറ്റുമ്പോൾ തന്നെ ലോകത്തെ എണ്ണം പറഞ്ഞ റേസിസ്റ്റ് രാജ്യങ്ങളിലൊന്നാണ് അർജന്റീന എന്ന് പറയാതിരിക്കാനാകില്ല. നമ്മുടെ രാജ്യത്തെ വർഗീയതയെപ്പോലെ തന്നെയാണ് അർജന്റീനയിലെയും അമേരിക്കയിലെയുമെല്ലാം റേസിസവും, അതായത് കറുത്ത വർഗ്ഗക്കാരുടെ നേരെയുള്ള തൊലി വെളുപ്പുള്ളവരുടെ അടിച്ചമർത്തലുകൾ.